ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ അതിൻ്റെ 4ാമത്തെ പാർട്ട് എടുത്തിരിക്കുകയാണ്. അതായത് ചാപ്റ്റർ 3 കറക്റ്റ് പറയുകയാണെങ്കിൽ. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാർട്ട് നമ്മൾ ചെറുതാക്കാൻ വേണ്ടി 2ആയിട്ട് ചെയ്ത് ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ 2ഉം 2ാമത്തെ ചാപ്റ്റർ 3ാമത്തെ ഇതുമായി. അതാണ് സംഭവം പറ്റിയത്. അത് കുഴപ്പമില്ല. ഇതിപ്പോൾ 4ാമത്തെ പാർട്ടാണ്, പക്ഷെ ചാപ്റ്റർ 3ാമത്തതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ലിഫ്റ്റിൻ്റെ മേൽവശമാണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ സാഹസികമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കണം. ഇതാണ് എനിക്ക് വേണ്ടി അവസാനത്തെ സ്റ്റോറി. ഇതോടുകൂടി ഈ സ്റ്റോറി എന്താവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്താണ് അവസാനം നടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഒരുപാട് ബുക്സൊക്കെ കൂട്ടിയിട്ടേക്ക്. അപ്പം ഇതിൻ്റെ ആൾ എന്തായാലും ഒരുപാട് വായനാശീലമുള്ള ആളായിരിക്കും ഉറപ്പായിട്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോവാം. ഇവിടെ നിന്നും ഭയങ്കര ഇരുട്ട്. 3ാമത്തെ ഇതായപ്പോഴത്തേക്കും ഇരുട്ടിൻ്റെ ഡാർക്ക്നെസ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങോട്ടാണോ വഴി? ഡാർക്ക്നെസ്സിൻ്റെ എക്സ്ട്രീമായി. ഫസ്റ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ഇത്തിരി കുഴപ്പമുണ്ടായിരുന്നു, തേടൊന്നും കാണാൻ കൂടി വയ്യ. അവിടെ വഴിയുണ്ടെന്നും ഇവിടെ വഴിയില്ല. അപ്പം നമുക്ക് പോകാനുള്ളത് റൈറ്റിലോട്ട് തന്നെയാണ്. ഓക്കെ, കുറേ സ്പീഡിൽ പോവാം. അതായിരിക്കണം നല്ല. അയ്യോ, ഇത് 24 മണിക്കൂറും കണ്ണാടിയിലാകുമ്പോൾ തന്നെ. ഓക്കെ ഗൈസ്, നമുക്ക് സൗണ്ട് ഉണ്ടാക്കാതെ പോകാം. ഭയങ്കര സൗന്ദര്യം ഒക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ് കേട്ടോ. മാസ്ക് ആണോ വച്ചിരിക്കുന്നത്? ഓക്കെ, ഇതാണ് ഈ മാൻഷൻ്റെ സെൻട്രൽ വശമാണ് ഇത്. ഇവിടെ നിന്നാണ് ഗെയിം തുടങ്ങുന്നത്. ഇപ്പം റൈറ്റിലോട്ടാണ് ആ സാധനം ഓടിയത്. അപ്പം നമുക്ക് എന്തായാലും വഴി കാണിച്ചു തരുന്നതാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് റൈറ്റിലോട്ട് പോയി എന്താ സംഭവം നോക്കാം. ഓക്കെ, സംഭവം ഇവിടെ ഒരു പ്രതിമ ഇരിപ്പുണ്ട്. വേറെ റൂമിൽ വേറെ ഒന്നുമില്ല. പിന്നെ തറയിലെ ടൈലിൽ കുറച്ച് പാട് ഒരടയാളമുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ബാക്കിയുള്ള പ്രതിമ കൂടി കണ്ടുപിടിക്കണം. അതായത് ആ റൂമിൽ ഇനി എത്ര 3 പ്രതിമയുടെ കൂടെ ഉണ്ട്.